പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ മെത്തേഡിലെ മൂന്നാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരേ അളവിൽ ഞാൻ 2 ബോക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ അളവിലാണ്, സെയിം അളവ് ഞാൻ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ബാക്ക് ചെറുതും ഫ്രണ്ട് വലുതുമായിരിക്കും ഒരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ. അതെങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി ആണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ബാക്ക് സെയിമും ഒരേ അളവിൽ വെട്ടിയ സാധനം നമ്മൾ കപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ 1.5 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ആ കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അത് കാണാൻ വേണ്ടി ഇത് വെച്ചത്. നീളത്തിലായാലും വീതിയിലായാലും വ്യത്യാസം വരും. കുറഞ്ഞത് 1 ഇഞ്ച് 1.25 ഇഞ്ചിൽ വ്യത്യാസം വരും. ചിലർക്ക് 1.5 മുതൽ 2 ഇഞ്ച് വരെ വ്യത്യാസം വരും. അത് ബസ്റ്റിൻ്റെ കപ്പ് സൈസിനനുസരിച്ച് അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നീളം അതും ഇതും ഒരേ നീളമാണ്, 2 സൈഡിലും ഒരുപോലെ മാർക്ക് ചെയ്ത. അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാനത് പ്രത്യേകം എടുത്ത് കാണിച്ചത്. അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഫ്രണ്ട് കുറവും, അതായത് കൈക്കുഴിയുടെ ഭാഗം, അതുപോലെ മെയിൻ ഷോൾഡർ ബാക്കിനേക്കാൾ 1 ഇഞ്ച് 1/2 ഇഞ്ച് കുറച്ച് വെട്ടണം. അതുപോലെ തന്നെ നമ്മൾ ആ ബോക്സ് 1 ഇഞ്ച് കുറച്ച് വെട്ടണം. ബോക്സ് വരയ്ക്കുന്നുണ്ടല്ലോ, ബോക്സ് വരച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിലേക്ക് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതേ മെത്തേഡ് തന്നെ ആണ്, അതുപോലുള്ള ഒരു മെത്തേഡാണ് ഇത് നേരെ തിരിച്ചാണ്. ഷോൾഡർ ആകുമ്പോൾ ബാക്ക് കൂടുതലും ഫ്രണ്ട് കുറവായിരിക്കും. അതിന് കാരണം ബാക്കിന് ചെറിയൊരു വളവുണ്ടാവും. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് ബാക്കാണ് കൂടുക. ഫ്രണ്ട് ഉള്ളിലേക്ക് ഒരു സ്വല്പം ഷേപ്പിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് കുറവുണ്ടായിരിക്കുക. നമ്മൾ കൈക്കുഴി അളന്നാൽ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ബസ്റ്റ് സൈഡിൽ ബാക്ക് കുറവും ഫ്രണ്ട് കൂടുതലും ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് കട്ടിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെ ഷേപ്പ് വയ്ക്കണം എന്നുള്ളത് മനസ്സിലാവും. ഇനി നമുക്ക് ഈ കട്ടിങ്ങിൽ, പുതിയ മെത്തേഡിൻ്റെ കട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യാറ്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 90 ഡിഗ്രിയിൽ പേപ്പറിൻ്റെ സ്ട്രെയിറ്റ് ആക്കി മുകൾ വശം സൈഡ് വശം സ്ട്രെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ സ്ലോപ്പ് വയ്ക്കണം.
ഇതിനും നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുകയാണെങ്കിൽ മനസ്സിലാവും. നെക്ക് മാർക്ക് ചെയ്തു. ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്തു. നമ്മുടെ നെക്ക് ഇതല്ല, പക്ഷേ ജസ്റ്റ് ആ നെക്കിൻ്റെ അളവൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ സ്ലോപ്പ് നമ്മൾ നെക്കിൻ്റെ അളവെന്നാണ് കൊടുക്കുക. അതായത് 3 ഇഞ്ച്. നെക്ക് ഡിവൈഡഡ് ബൈ 15. ആ ഭാഗത്തു നിന്നാണ് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറച്ച് ആണ് നമ്മൾ ബോക്സ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് നമ്മളൊക്കെ ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച്. ആ അളവാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കേണ്ടത്. അത് വെച്ചിട്ട് അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്യാം. അതായത് ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച്. ആ അളവ് ഷോൾഡറിൽ വെച്ചിട്ട് മൈനസ് 3/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ആ ബോക്സിലേക്ക് കിട്ടുന്ന അളവ് സ്ലോപ്പിൽ വെച്ചതിന് ശേഷം ആം ഹോളിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ബോക്സിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ പോയിൻറ്റും കിട്ടി, ആം ഹോളിൻ്റെ അളവും കിട്ടി. ഇത് 35 ഇഞ്ച് ചെസ്റ്റ്, 36 ഇഞ്ച് ബസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 35 + 2 37 ഇഞ്ച്, 9.25 ഇഞ്ച്. 9.25 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ 3/4 ഇഞ്ച് കുറച്ചത്. 3/4 ഇഞ്ച് കുറച്ചിട്ട് ആ ബോക്സിലേക്കുള്ള അളവ് നമ്മൾ എടുക്കുക. ഇനി ആ ബോക്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി ഷേപ്പ് മാർക്ക് ചെയ്യാം. ബോക്സിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. ബോക്സ് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അതുപോലെ അടിയിലെ ഷേപ്പ് ആ സെൻറ്ററിലേക്ക് മുട്ടിക്കുക. ഇതൊക്കെ കൈകൊണ്ട് വരയ്ക്കാം, പ്രയാസമൊന്നുമില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എല്ലാ ഷേപ്പും നമുക്ക് കൈകൊണ്ട് വരച്ചെടുക്കാം. പണി പഠിക്കുന്ന ആളുകൾക്കും മറ്റും സൗകര്യത്തിനാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് ഷേപ്പിന് മറ്റ് വ്യത്യാസങ്ങളൊന്നും വരില്ല. കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് 7.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അളവ്. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആം ഹോള്. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ 7.5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ നമ്മുടെ പേപ്പർ കട്ടിങ്ങിന് ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എവിടെയും മാർജിനോ സീം അലവൻസോ കൊടുക്കുന്നില്ല. നമ്മൾ കറക്റ്റ് ആ മാർക്കിൽ കട്ട് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പൊക്കെ പിന്നീടാണ് ഇടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞു. ബസ്റ്റ് പോയിൻ്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. 10 ഇഞ്ചാണ് ബസ്റ്റ് പോയിൻ്റ്. ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് വെച്ചു. അത് കഴിഞ്ഞ് 36 ഇഞ്ചാണ് ബസ്റ്റിൻ്റെ വണ്ണം. അതിനെ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 3.5 ഇഞ്ച്
നമുക്ക് കിട്ടും. 3.5 ഇഞ്ച് ഫസ്റ്റ് പോയിന്റിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ലെങ്ത്തിൽ 16 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഫ്രണ്ടിൽ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ കണ്ടു 1.5 ഇഞ്ച് വ്യത്യാസം വന്നത്, ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള. ഫ്രണ്ട് സ്ട്രെയിറ്റും ബാക്കിൽ കപ്പ് സൈസ് ഉള്ളത് കൊണ്ട് 1.5 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം ലെങ്ത്തിൽ. അത് കഴിഞ്ഞ് അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ബെസ്റ്റ് പോയിന്റിൽ 3.5 വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് 3/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 2 ലൈന് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ബെസ്റ്റ് പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ആം ഹോൾ ടക്കിൻ്റെ അവിടേക്ക് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഷേപ്പിനെ റൗണ്ട് ചെയ്യുക. ടക്ക് പോയിൻറ്റും ആം ഹോൾ ടക്ക് പോയിൻറ്റും നമ്മുടെ ഫ്രണ്ട് ടക്ക് പോയിൻറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് 3.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കണം. അത് കപ്പിൻ്റെ അളവ്, കപ്പ് സൈസിൻ്റെ അളവ് 3.5 ഇഞ്ച്. അടുത്തത് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ലെങ്ത്തിൽ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഷോൾഡർ കിട്ടി, ചെസ്റ്റ് കിട്ടി, ടക്ക് പോയിൻറ്റിൻ്റെ അളവുകളൊക്കെ കിട്ടി. ഇനി ഫ്രണ്ട് ബെസ്റ്റ് പോയിൻറ്റിലത്തെ അളവാണ് ഇനി വേണ്ടത്. അതായത് 36 ഇഞ്ചാണ് ഇതിന് വരുന്നത്. അപ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് ഒരു 1.25 ഇഞ്ച് നമുക്ക് കൂട്ടി ഇടണം ഫ്രണ്ടിന്. അപ്പോൾ 9 പ്ലസ് 1.25 അല്ലെങ്കിൽ 1.5, 10.5 ഇഞ്ച്. എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തതും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതും തമ്മിൽ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അതിന് വളവോ തിരിവോ ഒന്നും പാടില്ല, സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. മൂന്നര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3.5 ഇഞ്ചിലത്തെ അളവ് എടുക്കുക. ആ അളവ് സൈഡ് സീമിൽ വയ്ക്കുക. സൈഡ് സീമിൽ വെച്ചിട്ട് അരവണ്ണത്തിൻ്റെ മാർക്ക് ചെയ്യുക. എത്ര ഇഞ്ചാണ് അരവണ്ണം വരുന്നത്? 29 ഇഞ്ചാണ്. അപ്പോൾ 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. സൈഡ് സീമിൽ ഉള്ള അളവ് കഴിച്ച് ബാക്കിയുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ താഴത്തെ അളവ് അതും എടുത്ത് സൈഡ് സീമിൽ വയ്ക്കുക. സൈഡ് സീമിൽ നിന്ന് ആ അളവ് എടുത്തിട്ട് സൈഡ് സീമിൽ വയ്ക്കുക. സൈഡ് സീമിൽ നിന്ന് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 29 ഇഞ്ച്. ആ 2 മാർക്കിനെയും സ്ട്രെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യണം. അത് കൈകൊണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. പക്ഷെ ഞാനിതിൽ കാണിക്കുന്നത് ഫ്രഞ്ച് കർവ് വെച്ച് മാർക്ക് ചെയ്യാനാണ്. ടക്ക് പോയിൻ്റിൽ നിന്ന് 1.5 ഇഞ്ച് താഴോട്ടും 1.5 ഇഞ്ച് മുകളിലോട്ടും മാർക്ക് ചെയ്തിട്ട് അതിൽ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ടക്ക് പോയിൻറ്റിലേക്ക്, ആം ഹോളിൻ്റെ ടക്ക് പോയിൻറ്റിലേക്ക് അത് കൊടുക്കുക.
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൈകൊണ്ട് ഈ ഷേപ്പെല്ലാം മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി ആ അളവിന് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക. അത് 6.5 ഇഞ്ചാണ് അളവ്. ആ അളവ് ഈ മാർക്കിൽ വെച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ രണ്ട് സൈഡും തമ്മിലുള്ള അളവ് വ്യത്യാസം വരും. കാരണം ഇവിടെ നമ്മൾ പ്രിൻസസ് കട്ടിന് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ അളവ് കുറവ് വരും. മറ്റ് സ്ട്രെയിറ്റ് ആകുമ്പോൾ അവിടെ നീളത്തിൽ വ്യത്യാസം വരും. പക്ഷേ അളന്ന് നോക്കുമ്പോൾ രണ്ടും സെയിം ആയിരിക്കണം. എന്നാലേ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ ഇത് വെച്ച് ആ ഷേപ്പിനെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിവശത്തെ അളവാണ് കിട്ടേണ്ടത്, സൈഡ് സീമെന്ന്. അത് സ്കെയിൽ വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് പീസിന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ 4 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ വി ഷേപ്പ് വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇനി സ്കെയിൽ വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡ് സീമിന് പാരലിൽ, സൈഡ് സീമിൽ കറക്റ്റായിട്ട് 90 ഡിഗ്രിയുടെ സ്കെയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് 6.5 അതിന് സ്ട്രെയിറ്റ് ചെയ്യുക. അവിടെയും 4 ഇഞ്ച് താഴേക്ക് ഇറക്കി ഷേപ്പ് കൊടുക്കുക. അപ്പോഴാണ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അവിടെ വി പോലെ നിൽക്കും. വി പോലെ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഷേപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും, പക്ഷേ ഒരു വൃത്തിയില്ലാത്ത ഷേപ്പായിരിക്കും. ഉള്ളിൽ സെപ്പറേറ്റ് പീസൊക്കെ ഇട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഷോൾഡർ പിടുത്ത് നമുക്ക് 2.5 ഇഞ്ചാണ്. ഇത് ബോട്ടിനൊക്കെയാണ്. അപ്പോൾ 3 ഇഞ്ച് കഴുത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഷോൾഡർ വയ്ക്കണം. ഷോൾഡർ ഇതിൽ കുറയ്ക്കുന്നില്ല നമ്മൾ. അതേസമയം ഡീപ്പ് നെക്ക് വരുമ്പോൾ നമുക്ക് ഷോൾഡർ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത കട്ടിങ്ങിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടി എന്നെ സഹായിക്കുന്നുണ്ട്. അവൾ എനിക്ക് ഷേപ്പുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. 4 വയസ്സ് ആയിട്ടുള്ളെങ്കിലും അവൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് പണികളൊക്കെ കുറേ കണ്ട്, കസ്റ്റമർ വരുന്നത് കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. അതാണ് ഇപ്പോൾ അവളെ കണ്ടത്. ഇനി നമുക്ക് ഈ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്ലൗസ് കട്ട് ചെയ്യലും തയ്ച്ച് ഇട്ടു. നല്ല ഫിറ്റിംഗ് ആയിട്ടുണ്ട്. അത് ബോട്ടിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫ്രണ്ട് ആം ഹോളിൻ്റെ അളവ് നമ്മൾ എടുക്കണം. അതായത് കൈക്കുഴി ടു കൈക്കുഴിയുള്ള അളവുണ്ടല്ലോ, അത് ഷോൾഡറും കൈക്കുഴിയുടെ അളവും തമ്മിൽ മിനിമം 1 ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ചിലർക്കത് 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളത് കട്ട് ചെയ്ത് അതിന് ഷേപ്പ് ചെയ്യാൻ. അത് 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളുള്ള ഷേപ്പിനെ ഞാൻ മാർക്ക് ചെയ്യുന്നത് പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോഴത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തു.
ഇനി തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതിന് മാർജിൻ ഇട്ട് മാർക്ക് ചെയ്യണം. ഇനി പ്രിൻസസ് കട്ടിൻ്റെ സൈഡ് പീസ് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്യാനുള്ള സൈഡ് പീസ്. ഈ മോഡലിന് സൈഡിൽ സിബ്ബാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സിബ്ബോ ഹുക്കോ ഇല്ല. ബാക്കിൽ ബോൾസ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ ടെക് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്ററാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. അതുപോലെ ഫ്രണ്ട് പീസിലും കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ 2 മാർക്ക് ഒപ്പം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കാണ്. ബാക്കും നേരത്തെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം പേപ്പറിനെ സ്ട്രെയിറ്റ് ചെയ്യുക. 90 ഡിഗ്രി സ്കെയിൽ വെച്ചിട്ട് അതിനെ സ്ട്രെയിറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കി മാർക്കുകളെല്ലാം ചെയ്യാനായിട്ട്. എനിക്ക് ഈ പണി പഠിപ്പിച്ചു തരികയാണ് എൻ്റെ പേരക്കുട്ടി. എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് അവളുടെ വക നിർദ്ദേശമുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ സ്ട്രെയിറ്റ് ചെയ്യണം. അതിനെ സ്ട്രെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 3 ഇഞ്ചിൽ കഴുത്ത് മാർക്ക് ചെയ്യണം. ഷോൾഡർ 1/2 ഇഞ്ച് കുറച്ചിട്ട് ബോക്സ് വരയ്ക്കണം. 1/2 ഇഞ്ച് നമുക്ക് സെൻറ്ററിൽ നിന്നുള്ള ഷേപ്പിന് ഇടും. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇതിപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ അതിനെ മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് 135 പ്ലസ് 2 ഇഞ്ച് കൂട്ടണം. ഇതിപ്പോൾ ബോക്സ് വരയ്ക്കാൻ വേണ്ടിയുള്ള മാർക്കാണ്. അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡറിൻ്റെ സൈഡിൽ ഷേപ്പ് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് ആ ഷേപ്പിൽ വ്യത്യാസം കണ്ട. ഇത് രണ്ടൊപ്പം വയ്ക്കുമ്പോൾ ഫ്രണ്ട് കുറവും ബാക്ക് കൂടുതലുമാണ്. അതല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ കഴുത്ത് ബോട്ടനൊക്കെ കട്ട് ചെയ്യുമ്പോൾ പൊള്ളയ്ക്കും, സെൻറ്റർ പൊള്ളയ്ക്കും, കഴുത്തിൻ്റെ സെൻറ്റർ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി 9.25 ഇഞ്ച് അവിടെ വയ്ക്കുക. അതിന് 3/4 ഇഞ്ച് മൈനസ് ചെയ്യുക. എന്നിട്ട് ആ മൈനസ് ചെയ്ത ഭാഗത്തു നിന്ന് ബോക്സിലേക്ക് എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക. 1.5 ഇഞ്ചാണ് അവിടെ ഉള്ളത്. ആ 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് പോയിൻറ്റും അതുപോലെ ആം ഹോളിൻ്റെ പോയിൻറ്റും കിട്ടി. ഇനി ആം ഹോളിൻ്റെ ബോക്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഷേപ്പ് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പിലേക്ക് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ആം ഹോളിൻ്റെ ചെസ്റ്റിലേക്കുള്ള ഷേപ്പും കൊടുത്തു.
അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായി. ഇപ്പോൾ നമുക്ക് അളന്ന് നോക്കിയാൽ 7.5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് ചെസ്റ്റ് പോയിൻ്റ്, അത് മാർക്ക് ചെയ്യാം. 16 ഇഞ്ചാണ് ബാക്ക് ലെങ്ത് വരുന്നത്, അതും മാർക്ക് ചെയ്യാം. ചെസ്റ്റ് പോയിൻറ്റിനെയും വേസ്റ്റും കറക്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അത് സൈഡ് സീം വെച്ച് നോക്കിയതാണ് കറക്റ്റ് അല്ലേ എന്നുള്ളത്. കാരണം ഫ്രണ്ടും ബാക്കും ആം ഹോളിൽ നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെറുതെ നമുക്കറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. നമ്മളിപ്പോൾ ബാക്ക് ലെങ്ത്ത് 16 ഇഞ്ച് വെച്ചു, അതേസമയം ഫ്രണ്ട് ലെങ്ത്ത് 17.5 ഇഞ്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 17.5 ഇഞ്ച് വെച്ചിട്ട് ആ സൈഡ് സീമിൻ്റെ അളവ് കറക്റ്റാണോ നോക്കാൻ വേണ്ടി വെച്ച് നോക്കിയതാണ്. ഇപ്പോൾ വേസ്റ്റിലേക്ക് ഷേപ്പ് കൊടുത്തു, കറക്റ്റാണ് അളവ്. ഫ്രണ്ടിൻ്റെ സൈഡ് സീമും ബാക്കിൻ്റെ സൈഡ് സീമും അളവൊപ്പാണ്, വേറൊന്നും ചെയ്യാനില്ല. മാർക്ക് ചെയ്തപ്പോൾ ഒരു പോയിൻ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഫ്രണ്ടുമുള്ള അതേ സെയിം മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് കഴുത്ത് ലെങ്ത്ത് വെച്ചു. ഇത് ബോട്ടിനൊക്കെ ആയതുകൊണ്ട് കഴുത്തിൻ്റെ ഭാഗം സ്ട്രെയിറ്റ് ചെയ്തു. സ്ട്രെയിറ്റ് അല്ല, ചെരിച്ച് വരയ്ക്കണം. ഒരു ബോട്ടിൻ്റെ ഷേപ്പ് നമുക്കതിന് കിട്ടണം. ഇനി മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബോട്ടിൻ്റെ ഷേപ്പ് അതിന് കിട്ടും. അതുകൊണ്ടാണ് ഇതിന് ബോട്ട് നെക്ക് എന്ന് പറയുന്നത്. പലരും ഇറക്കം കൂട്ടിയിട്ട് ബോട്ട് നെക്കിനെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്താലും അത് ബോട്ട് നെക്ക് ആവില്ല. ബോട്ട് നെക്കിന് 3.5 ഇഞ്ച് കൂടുതൽ കഴുത്ത് ലെങ്ത്ത് വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ ബാക്കിൽ സെൻറ്റർ ജോയിൻ്റ് ഇട്ടിട്ട് ആ ജോയിൻറ്റിൽ ബോൾസ് വയ്ക്കാനുണ്ട്. സ്പോഞ്ച് ബട്ടൺ എന്ന് പറയില്ലേ നമ്മൾ, സ്പോഞ്ച് തുണിയിൽ കവർ ചെയ്തിട്ട് വയ്ക്കുന്ന അത് ഇതിൽ വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത കറക്റ്റ് ചെയ്ത മാർക്കിൽ നമ്മളത് കട്ട് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അതിലാണ് നമ്മൾ ബോൾസ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യൽ കഴിഞ്ഞു.
ബാക്ക് കുറവും ഫ്രണ്ട് ബാക്കിനേക്കാൾ 1.5 ഇഞ്ച് കട്ടി കൂടുതലുണ്ട്. ടെക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തതാണ്. ഇതിന് നമ്മൾ ടെക്ക് കൊടുക്കുന്നില്ല, ഞാനത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്തതാണ്. 3.5 ഇഞ്ച് ടെക്കിൻ്റെ വിഡ്ത്തും 4 ഇഞ്ച് താഴെ നിന്ന് 4.5 ഇഞ്ച് താഴെ നിന്നുള്ള ലെങ്ത്ത്. ഇനി കട്ട് ചെയ്യുന്നതിന് നമുക്ക് ടെക്ക് ഇടേണ്ടി വരും. അപ്പോൾ ടെക്ക് ഇടുമ്പോൾ അത് ഏത് രൂപത്തിലാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം, പറഞ്ഞു തരാം. അതടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ പ്രിൻസസ് കട്ട് തന്നെയാണ്. അത് 1 ഇഞ്ച് വീതിയുള്ള ഷോൾഡറും അതുപോലെ പ്രിൻസസ് കട്ടാണ് അടുത്തത് കട്ട് ചെയ്യാനുള്ളത്. 1 ഇഞ്ച് ഷോൾഡർ വിഡ്ത്ത് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഇത് സ്ലീവിൻ്റെ അളവ് നമുക്ക് വയ്ക്കാം. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് വയ്ക്കാം. അത് ബൈസെപ്സിലെ മാർക്കാണ് ചെയ്യുന്നത്. ബൈസെപ്സിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അളവ് മാർക്ക് ചെയ്തു. അതിന് സ്ട്രെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അളവ് വയ്ക്കണം. ആം ഹോളിൻ്റെ അളവിന്ന് 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ആ പോയിന്റിൽ നിന്ന്, അതായത് മുകളിലെ പോയിന്റിൽ നിന്ന് താഴേക്ക് ചെരിച്ച് ആം ഹോൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ വയ്ക്കുക. അതിലെ ഒരു ബോക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇനി ആ കോർണറിന് ഈ മുകളിലത്തെ കോർണറിലേക്ക് ഒരു മാർക്ക് കൊടുക്കണം. അതുപോലെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോളിന് കയ്യിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഫ്രഞ്ച് സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക. ആ സെൻറ്റർ പോയിന്റിലേക്ക് കൊടുക്കുക. അതിനെ തിരിച്ചു വെച്ച് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് കിട്ടി. ആം ഹോളിൻ്റെ ഫ്രണ്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്രോസ് വരച്ചു കൊടുത്ത് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് അത് മാർക്ക് ചെയ്യുക. ഇനി സ്കെയിലിനെ തിരിച്ച് വെച്ച് അടുത്തത് മാർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് സ്ലീവിൻ്റെ ബാക്ക്. ഇനി സ്ലീവ് ലെങ്ത്ത് വയ്ക്കണം. സ്ലീവ് ലെങ്ത്ത് വെച്ചു. ഇത് 3/4 സ്ലീവാണ്. അവിടെ മാർക്ക് ചെയ്തു.
അവിടുത്തെ അളവ് വെച്ചു, എൻഡ് ലൂസ് വെച്ചു. ഇനി സെൻറ്ററിലെ അളവ് വയ്ക്കണം. ഒരു 10.5 ഇഞ്ചിൽ വരുന്ന ഒരളവ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ അളവ് വയ്ക്കണം. എന്നിട്ട് ആ 3 മാർക്കും കൂടി കൂട്ടി യോജിപ്പിക്കുക. ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ ഷേപ്പ് കൊടുക്കാനുണ്ടാവും. അത് ആ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ആ കൈ കറക്റ്റായി. ഇനി കയ്യിനെ വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് തുണിയിൽ വെച്ച് അതിനെ മാർജിൻ ഇട്ട്, ഇപ്പം മാർജിൻ ഇല്ലാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർജിൻ ഇട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ മോൾ വശത്തിന് നമ്മൾ മാർജിൻ ഇട്ടിട്ടില്ല, മാർജിൻ ഇട്ടിട്ടുണ്ട്. ബാക്കി എൻഡ് ലൂസിലും സൈഡ് സീമിലും നമ്മൾ മാർജിൻ ഇട്ടിട്ടില്ല, സ്ട്രെയിറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം.